കേരള സർവകലാശാലയ്ക്ക് മുന്നിലെ സമരങ്ങൾ തടയുന്ന വിഷയത്തിൽ വെട്ടിലായിരിക്കുകയാണ് പോലീസ്. ഗവർണർ നിലപാട് കടുപ്പിച്ചതോടെ ഇനിയും മൃദു സമീപനം തുടരുന്നത് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാന പോലീസ് മേധാവി ഇക്കാര്യം മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി രാജീവുണ്ട്. രാജീവ്, പോലീസ് വെട്ടിലായിരിക്കുകയാണ്. സമരങ്ങൾ തടയുന്നതിന് പകരം പലപ്പോഴും പോലീസ് നോക്കുകുത്തിയായി മാറുന്ന കാഴ്ചയുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ പോലീസ് വെട്ടിലായിട്ടുണ്ട്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ഈ മറ്റ് യുവജന സംഘടനകളൊക്കെ പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കുമ്പോൾ അതിനെ തല്ലിച്ചതയ്ക്കുന്ന പോലീസിൻ്റെ മറ്റൊരു മുഖമായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി നമ്മൾ സർവകലാശാലയ്ക്ക് മുന്നിൽ കണ്ടുകൊണ്ടിരുന്നത്. അതായത് ഇടത് യുവജന സംഘടനകൾ പ്രതിഷേധവുമായി എത്തുകയും ഈ പ്രതിഷേധങ്ങൾ അക്രമ സമരങ്ങളിലേക്ക് മാറുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ സർവകലാശാലയിൽ കണ്ടിരുന്നു. മാത്രമല്ല സർവകലാശാല ആസ്ഥാനത്തേക്ക് വരെ കടന്നുകൊണ്ട് SFI പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു. സർവകലാശാലയിൽ രഹസ്യരേഖകൾ സൂക്ഷിക്കുന്ന ഓഫീസുകളിലേക്ക് SFI പ്രവർത്തകർ കടന്നു കയറുന്നു. ഈ രീതിയിൽ സമാനതകളില്ലാത്ത അക്രമ സമരങ്ങളിലേക്ക് ഇത് നീങ്ങിയിട്ട് പോലും അത് തടയാൻ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടികളും ഉണ്ടായില്ല. മാത്രമല്ല സർവകലാശാലയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇക്കാര്യത്തിൽ പൂർണ്ണ പരാജയമായി മാറുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. രാജ്ഭവനിലേക്ക് SFI പ്രവർത്തകർ മാർച്ച് നടത്തിയപ്പോഴും വലിയ സംഘർഷങ്ങൾ ഉണ്ടായപ്പോഴും പോലീസ് നോക്കുകുത്തിയായി. ഒടുവിൽ ഈ സമരം അവസാനിപ്പിക്കാൻ പോലീസിന് SFI നേതാക്കളോട് യാചിക്കേണ്ട ഗതികേട് പോലും ഉണ്ടായി. ഇത്തരത്തിലൊരു സാഹചര്യത്തിനിടെയാണ് ഗവർണർ സംസ്ഥാന പോലീസ് മേധാവിയെ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തിയത്. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ഇല്ലെങ്കിൽ ഇടപെടുമെന്നും ഗവർണർ DGPക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. 2 തവണയാണ് സംസ്ഥാന പോലീസ് മേധാവിയെ അടുത്തിടെ ഗവർണർ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തി മുന്നറിയിപ്പ് നൽകിയത്. ഏതായാലും ഗവർണർ നിലപാട് കടുപ്പിക്കുന്നു എന്ന് തന്നെ വ്യക്തമാവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പോലീസും ഇക്കാര്യത്തിൽ വീണ്ടും വിചാരത്തിന് ഒരുങ്ങുന്നത്. അതായത് ഇനിയും ഈ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, അത് തടഞ്ഞില്ലെങ്കിൽ, വീണ്ടും വീഴ്ച വരുത്തുകയാണെങ്കിൽ കർശനമായ നടപടി ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത സംസ്ഥാന പോലീസ് മേധാവി മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യങ്ങൾ അദ്ദേഹം മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി നിലവിൽ അമേരിക്കയിലാണ്. അദ്ദേഹവുമായി ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഈ സാഹചര്യം സംസ്ഥാന പോലീസ് മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ സംഘർഷങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും. പ്രത്യേകിച്ചും ഇപ്പോൾ തന്നെ പോലീസിനെതിരെ വിമർശനങ്ങൾ വളരെ ശക്തമാണ്. മാത്രമല്ല ഗവർണർ നോമിനേറ്റ് ചെയ്ത സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവർ ഹൈക്കോടതിയിൽ സമീപിച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിക്കുന്നതും ഈ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. വലിയ തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. സർവകലാശാലയുടെ പ്രവർത്തനം തന്നെ തുടർച്ചയായി തടസ്സപ്പെടുന്നു. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഈ പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കാനുള്ള യാതൊരു ശ്രമങ്ങളും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല യാതൊരു സുരക്ഷാ സംവിധാനങ്ങൾക്കും അപ്പുറത്തേക്ക് പ്രവർത്തകർ കടന്നു കയറുന്നു. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്നും കേന്ദ്രസേനയുടെ സുരക്ഷ വേണമെന്ന ഒരു ആവശ്യമുണ്ടാവുകയോ വിധി ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ അത് സംസ്ഥാന സർക്കാരിനും പോലീസിനും വലിയ വെല്ലുവിളിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം കേരള സർവകലാശാല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ SFIയുടെ ആധിപത്യമാണ്. കേന്ദ്ര സേന സുരക്ഷയ്ക്കായി എത്തുകയാണെങ്കിൽ ഇത് വലിയ വെല്ലുവിളി SFIക്ക് ഉണ്ടാക്കും. ഈ ഒരു തിരിച്ചറിവ് സംസ്ഥാന സർക്കാരിനും പോലീസിനും ഒക്കെ ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അതായത് സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനുള്ള ഒരു മാർഗം സംസ്ഥാന പോലീസ് തേടുന്നത്. ഇനിയും സംഘർഷങ്ങൾ ഉണ്ടായാൽ കേന്ദ്രസേന എത്താനുള്ള സാധ്യത അത് വളരെ കൂടുതലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല ചാൻസലറുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഗവർണർക്ക് ഈ വിഷയത്തിൽ ഇടപെടാനുള്ള സാധ്യതകളുമുണ്ട്. ഇതിനൊപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവിയെ ഇനിയും തൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഗവർണർ വിളിച്ചു വരുത്തുകയാണെങ്കിൽ കടുത്ത നടപടികളിലേക്ക് തന്നെ കേന്ദ്ര സർക്കാർ പോകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഇത്തരമൊരു നിലപാടിലേക്ക് നിലവിൽ പോലീസ് എത്തുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിൽ നിലവിൽ ഈ സർവകലാശാലയുടെ പരിസരത്ത് സമരങ്ങൾക്ക് കഴിഞ്ഞ ദിവസം നിരോധനം പോലീസ് ഏർപ്പെടുത്തിയിരുന്നു. അതേ മാതൃകയിൽ കേരള സർവകലാശാലയിലും നടപ്പാക്കാനുള്ള ഒരു ആലോചന ഇവിടെയുണ്ട്. അതേസമയം തന്നെ കേരള സർവകലാശാല മറ്റൊരു സർവകലാശാല പോലെയല്ല. ഇതൊരു അഭിമാന പ്രശ്നമായി സർക്കാരിന് മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനുള്ള നടപടികൾ അത് മുഖ്യമന്ത്രിയുടെ ഒരു അനുമതിയോടുകൂടി മാത്രമേ തീരുമാനിക്കാൻ കഴിയൂ. ആ അനുമതിക്കായാണ് നിലവിൽ സംസ്ഥാന പോലീസ് കാത്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് റവദ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവിയായി ചുമതല ഏറ്റെടുത്തിട്ട് ആഴ്ചകൾ മാത്രമേ ആകുന്നുള്ളൂ. നേരത്തെ തന്നെ അദ്ദേഹം CPMൻ്റെ നോട്ടപ്പുള്ളിയാണ്. കൊത്തുപറമ്പ് വെടിവെപ്പ് കേസിൽ അദ്ദേഹം ഉൾപ്പെട്ടപ്പോൾ മുതൽ CPM പ്രതി സ്ഥാനത്ത് നിർത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ സംസ്ഥാന പോലീസ് മേധാവി ആക്കുന്നതുമായി ബന്ധപ്പെട്ട് CPM തന്നെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ചുമതല ഏറ്റെടുക്കുകയും ഈ സർവകലാശാല പരിസരത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്ന SFI DYFI പ്രവർത്തകർക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള പോലീസ് നടപടി ഉണ്ടാവുകയും ചെയ്താൽ അത് കൂടുതൽ വിമർശനങ്ങൾക്ക് വഴിവെക്കുമെന്ന ആശങ്കയും നിലവിൽ സർക്കാരിനുണ്ട്. അതുകൂടി കണക്കിലെടുത്താണ് ഏതായാലും പോലീസ് സംയമനം പാലിച്ചിരിക്കുന്നത്. ഇനിയും സംഘർഷങ്ങൾ ഉണ്ടായാൽ ഈ സംയമനം ഉണ്ടാകുമോ എന്ന കാര്യം നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു.